ഗാർഡനാണ്. കുറച്ച് നാരങ്ങ, മാർക്കറ്റ് ലെമണുണ്ട്. തായ്ലാൻഡിൻ്റെ വലിയൊരു നാരങ്ങ. അത് സീഡ്ലെസ് അല്ല, ഇത് വലിയ പക്ഷേ ജ്യൂസ് ഒത്തിരിയുള്ള നാരങ്ങ ലെമണാണത്. ജപ്പാൻ ഗോവ, ഹാസ് അവക്കാഡോ, ലങ്കട, കാട്ടിമോൺ, കേസറുണ്ട്, ബ്ലാക്ക് ജാമുൻ ഡാർക്ക് വെറൈറ്റി, ഇത് മുരിങ്ങ, ഇത് സപ്പോട്ട, ഇത് ഗോൾഡൻ സീതാഫൽ, ആസാക്കടോ, ഇതേതൊരു നട്ടാണത്, ബ്രസീലിയൻ നട്ടാണെന്ന് തോന്നുന്നു. കലപ്പടി, ലാസ്റ്റ് ഇയർ കിട്ടിയ എല്ലാം മങ്കി കൊണ്ടുപോയി. ഫ്രൈസാണ്, 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം പോട്ടിലാണ് ഇരിക്കുന്നത്. ദേശേരി കായ്ച്ചിട്ടുണ്ട്. 2 ബാങ്ക് കിട്ടിയിട്ടുണ്ട്. കവറിലെത്തിക്കുക. ഇതാണ് ഇവിടുത്തെ വാട്ടർ സോഴ്സ് ഈ സൈറ്റിൽ. ഇതൊരു 5-6 വർഷമായ സപ്പോട്ട മരം. അത് നിറച്ച് കായ്ക്കുന്നതാണ്. ഇത് ഫംഗസ് ഒന്ന് പോയി അവസാനം കട്ട് ചെയ്തപ്പോൾ ലാസ്റ്റ് ഈ സ്റ്റേജിലായി. കേസറാണ്. അൽഫോൺസോ, ഇത് ഡബിൾ റൂട്ടാണിത്. ആപ്പിൾ, ഒരു തെങ്ങേ ഉള്ളൂ. തായ്ലാൻഡ് ചാമ്പ, ഗ്രീൻ ചാമ്പയാണിത്. നല്ല മധുരമുള്ളതാണ്, പക്ഷെ മഴയത്താണ് പൂത്തിരിക്കുന്നത്. ഇത് ഞാവൽപ്പഴം ബ്ലാക്ക്, ഇത് ബാംഗ്ലൂർ വെറൈറ്റി. അത് നല്ല വലിയ സൈസാണ്. ഇത് തായ്ലാൻഡ് അല്ല, ഇത് ആനുവൽ വർഷത്തിലൊരിക്കലേ കായ്ക്കത്തുള്ളൂ. പക്ഷേ നല്ല വലിയ സൈസാണ്, നല്ല സ്വീറ്റാണ്. ഇപ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. ഇത് ഞാൻ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്, വലിയ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. നിറച്ച് കായ്ച്ചിട്ടുണ്ട്. അവിടെ എല്ലാം നിറച്ച് ഫ്രൂട്ടുണ്ട്. ഈ വർഷം കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ കുറച്ചേ കിട്ടിയുള്ളൂ. ബോറോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് ഇവിടെ മണ്ണിൽ. ബോറോൺ കൊടുക്കുക. ഇതിന് ബോറോണും കാൽഷ്യം മസ്റ്റാണിത്. നന്നായിട്ട് കൊടുത്താലേ ഇത് ഫ്രൂട്ട് ആവുള്ളൂ. പക്ഷേ പെട്ടെന്ന് ഫോൾ ചെയ്ത് താഴെ ഫ്രൂട്ട് ഫോളിങ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് G9 ടിഷ്യൂ കൾച്ചർ പ്ലാന്റാണ്. ബനാന, ഇത് കറിവേപ്പില, ഇതൊക്കെ തറയിൽ നിർത്തിക്കുക. തായ്ലാൻഡ് മാംഗോ ഓൾ ടൈം എന്നൊക്കെ പറയുന്നത്. ഇത് ലാസ്റ്റ് ഇയറിൽ ഒറ്റ പ്രാവശ്യം പൂത്തിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം പോലെ കായ് കിട്ടിയിട്ടില്ല. ഇത് വെച്ചിട്ടൊരു 3 വർഷമായി. കായ് പൂവരും പൊഴിഞ്ഞ് പോകുന്നുണ്ട്. അറിയത്തില്ല ഇവിടുത്തെ വെതറിന് പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇതുവരെ ഒരു ഫ്രൂട്ട് കിട്ടിയിട്ടില്ല. തായ്ലാൻഡ് ഓൾ ടൈം. ഇത് ബാദാമി എന്ന് പറഞ്ഞ മാംഗോ ആണ്. ബാദാമി ബാംഗ്ലൂരിൽ അൽഫോൺസയുടെ ഒരു വെറൈറ്റിയാണ് ബാദാമി എന്ന് പറയുന്നത്. ചില ആൾക്കാർ ബേങ്കനപ്പള്ളി ബാദാമി എന്ന് പറയാറുണ്ട്. ബേങ്കനപ്പള്ളി ഡിഫറെൻ്റ് ആണ്, ബാദാമി ഈസ് ഡിഫറെൻറ്റ്. ഇവിടുത്തെ ലോക്കൽ അൽഫോൺസയാണിത്. ഈ അൽഫോൺസ പറയുന്നതാണ് ബാദാമി എന്ന് പറയുന്നത്. ചെറിയ സൈസാണ്, നല്ല ഫ്രൂട്ടാണ്. മല്ലിക ഇവിടെ പ്രശ്നമല്ല. നല്ല ഇവിടുത്തെ കുറച്ച് ആൽക്കലൈൻ സോയിൽ ആയതുകൊണ്ട് മല്ലിക നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. തോത്താപ്പുരിയും പ്രശ്നമാണ്. ഒരു സ്റ്റെം കംപ്ലീറ്റ് ഡൈബാക്ക് ഡിസീസാണിത്. പകുതി പോയി കഴിഞ്ഞു, പകുതിയേ ഉള്ളൂ. ഇനി കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. മലേഷ്യൻ റെഡാണ് വലുത്. മുകളിൽ റിങ്ങിട്ട് ഇതുപോലെ കൊടുത്തിരിക്കുക. ഇത് സാധാരണ സീഡ് റെഡ് ഗ്രേപ്സാണ്. ഇത് ബിഗ് ബഗ്വ, സൂപ്പർ ബഗ്വ എന്നൊക്കെ പറയും.
ഇത് വലിയ സൈസാണ്, പക്ഷേ മുള്ള് വലുതായിട്ടില്ല. ഇത് റസീൻ ഗാർഡനിൽ നിന്ന് മേടിച്ചതാണ്. ഇത് മാംഗോ ആർട്ട് വിറ്റു, വലിയൊരു പോട്ടിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. മുകളിൽ ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ മഴ പെയ്തുകൊണ്ട് കുറേ നാൾ ബാംഗ്ലൂർ മഴയില്ലായിരുന്നു. ഇപ്പം മഴ കിട്ടിയപ്പം ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുന്നുണ്ട്, നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്, ഫ്രൂട്ടിങ്ങും ആവുന്നുണ്ട്. ഇവിടെ പോമഗ്രാനൈറ്റ് ഒരു പ്രശ്നമില്ല. പോമഗ്രാനൈറ്റ് ഇഷ്ടംപോലെ ഫ്രൂട്ട് കിട്ടുന്നതാണ്. മേ ബി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുറച്ച് ആൽക്കലൈനും കാൽഷ്യം ഉള്ള മണ്ണിലാണെന്ന് തോന്നുന്നു. pH ഹൈ ആയിട്ട് വേണം. എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും കായ്ക്കാത്തത് അസിഡിറ്റി കൂടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് ആൽക്കലൈൻ ആക്കി കഴിഞ്ഞാൽ എനിക്കത് ഫ്രൂട്ട് സെറ്റാവാൻ ചാൻസ് ഉണ്ട്. ഇത് ചൈനീസ് കറിവേപ്പില. ഇത് റസീൻ ഗാർഡിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഗുദാദത്താണെന്ന് തോന്നുന്നത് ഈ മാങ്ങ. നാഷണൽ റോസ് ഗാർഡിൽ നിന്ന് മേടിച്ചത്. പക്ഷേ മിക്ക പ്ലാന്റിലും ഫംഗസ് വരുന്നു. ഈ റൂട്ടിൽ സ്റ്റെം ഡിസീസ് വരുന്നുണ്ട്. ബി കെയർഫുൾ. ഇങ്ങനത്തെ പ്ലാന്റ്സ് കഴിയുന്നതും വാങ്ങിക്കാതിരിക്കുക. വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ, ഇതിപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പതുക്കെ അഴുകി തുടങ്ങും. ഇങ്ങനത്തെ പ്ലാന്റിന് സർവൈവ് ചെയ്ത് കിട്ടാൻ എനിക്ക് ഒത്തിരി പ്ലാന്റ് മിസ്സായിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കോപ്പർ ഓക്സിക്ലോറൈഡൊക്കെ അടിച്ചു നോക്കി, പക്ഷേ ഒത്തിരി പ്ലാന്റ്സ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് വാങ്ങിക്കുമ്പം വളരെ കെയർഫുള്ളായിട്ട് നോക്കുക. ഇങ്ങനത്തെ പ്ലാന്റ്സ് നന്നായിട്ട് ഇൻസ്പെക്ട് ചെയ്യാതെ പ്ലാന്റ്സ് വാങ്ങിക്കരുത്. കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് വേണം പ്ലാന്റ്സ് എടുക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നം വരും. ബി കെയർഫുൾ. ഇങ്ങനെ നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് പല പ്ലാന്റ്സ് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാണുകയാണെങ്കിൽ കഴിയുന്നതോ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് എസ്കേപ്പ്. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് വലിയ പ്രശ്നമായിട്ട് തന്നെ വരും. ഈ ഒരു മഴയത്തും അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു മഴയില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് സ്റ്റെം അഴുകിപ്പോവും. പിന്നെ ഈ പ്ലാന്റ്സിന് കിട്ടാനും പാടാണ്. ബി കെയർഫുൾ. ഇതെല്ലാം ഇതാണ് മലേഷ്യൻ റെഡ് ഇത് സൂപ്പർ ബഗ്വയുടെ പോട്ടിൽ വെച്ചിരിക്കുക. ആപ്പിളാണ് തറയിലിരിക്കുക. ഡോസറ്റ് ലാസ്റ്റ് ഇയറിൽ കുറച്ച് ഫ്രൂട്ട് കിട്ടി. പക്ഷെ കിട്ടുന്നുണ്ട്. കീപ്പ് ഓൺ ഓരോ ഫ്രൂട്ടായിട്ട് വരുന്നുണ്ട്. ഇതിനും ഫംഗസ് പ്രശ്നമാണ്. നിങ്ങൾ ബി കെയർഫുൾ. ഇത് വെക്കുകയാണെങ്കിൽ ആപ്പിൾ വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇങ്ങനെ ഫ്രൂട്ട് കിട്ടുമായിരിക്കും. പക്ഷേ ഫംഗസ് 6 മാസമൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എസ്കേപ്പ് ചെയ്തെടുക്കാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് പോകുന്നതിന് നല്ലത്. സ്വീറ്റ് ഓറഞ്ച്. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് സ്വീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. അറിയത്തില്ല. ഇത് പ്ലം വെച്ചിട്ടുണ്ട്. ഒരു 5 വർഷമായി പ്ലം വെച്ചിട്ട്. പ്ലം ഇതുവരെ കായ്ച്ചിട്ടില്ല. എനിക്കറിയാം നല്ല തണുപ്പ് വേണം പ്ലമ്മൊക്കെ. ചുമ്മാ അല്ലാതെ വെക്കും. ഇവിടെയും ഇത്രയും നല്ല തണുപ്പായിട്ടും വന്നിട്ടില്ല. പ്ലം പ്ലാന്റ്സ് വെക്കുന്നവർ ബി കെയർഫുൾ. അതുപോലെ ഗോവയിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഗോവയിലും ഇതേപോലെ ഡൈബാക്ക് ഡിസീസ് ഒത്തിരി കാണുന്നുണ്ട്. അതായത് തന്നെ കുറേ ഇത് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം കൂടുതലും ഈ ഡൈബാക്ക് ഡിസീസ് ഒത്തിരി വന്നിട്ടുണ്ട്. എനിക്ക് പ്ലാന്റ്സ് ഒത്തിരി മിസ്സിങ് ഇപ്രാവശ്യം പോയിട്ടുണ്ട്. ഇത് സൂപ്പർ ബഗ്വ ഫ്രൂട്ടിങ് സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം തറയിൽ വെച്ചിരിക്കുക. 2 വർഷത്തിൽ കൂടുതലായത്. ഇതിന് കുറച്ച് കഴിയുമ്പോൾ സൈസ് പെട്ടെന്ന് വലുതായി വരും. ഇതൊരു അമർപ്പള്ളി മാങ്ങയാണ്. അമർപ്പള്ളി എന്ന് പറഞ്ഞിട്ട് നല്ല സ്വീറ്റാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് കവറിട്ട് പാക്കറ്റിലാക്കി വെച്ചിട്ട് നന്നായിട്ട് പഴുത്ത ശേഷം പഴുക്കുക. അടിപൊളി മധുരമാണ്. എന്തായാലും അമർപ്പള്ളി ഒരു പ്ലാന്റ് വെക്കുക. നല്ല സ്വീറ്റാണ്. തറയിൽ തന്നെ വെക്കാൻ നോക്കുക. കൂടുതൽ തായ്ലൻഡ് മാങ്ങയുടെ പുറകിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിലുള്ള മാങ്ങ വയ്ക്കുന്നതാണ് നല്ലത്. ഈ റെസിസ്റ്റൻസ് കുറവാണ് തായ്ലൻഡ് മാങ്ങയ്ക്ക്. ഇതൊക്കെ ആണെങ്കിൽ കുറച്ച് ഏതെങ്കിലും പോയി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. മറ്റേത് പോയി കഴിഞ്ഞാൽ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് പ്ലാന്റ് നശിച്ചു പോകുന്നത് കാണുന്നുണ്ട്. എനിക്ക് ഒത്തിരി കാശ് പോയിട്ടുണ്ട്. ഒത്തിരി പ്ലാന്റ്സ് മിസ്സായിട്ടുണ്ട്. മുരിങ്ങ വെച്ചിട്ടുണ്ട്. ഇത് കറിവേപ്പിലയാണ്. സാധാരണ കറിവേപ്പിലാണ്. ഇത് ഞാൻ എയർ ലെയർ ചെയ്തെടുത്ത അലഹബാദ് സഫേദ്. ഒരു 20 വർഷം പഴക്കമുള്ളൊരു ചെടിയാണ്. അതിൽ നിന്നാണ് എയർ ലെയർ ചെയ്തത്.
2 പ്ലാന്റ് എയർലിയർ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ട് ഇപ്രാവശ്യം. നന്നായിട്ട് കായ് വരും. നല്ല മധുരമുള്ളതുകൊണ്ടാണ് ഈ അലഹബാദ് സഫേദ് ഞാൻ എടുക്കാൻ കാര്യം. ഈ ജപ്പാൻ ഗോവയ്ക്കും ഒത്തിരി ഡൈബാക്ക് ഡിസീസ് പ്രശ്നമുണ്ട്. പ്രീ കെയർഫുൾ. അതിനും ഫംഗസൊക്കെ നന്നായിട്ട് അടിച്ചാലേ നിൽക്കത്തുള്ളൂ. ഫ്രൂട്ട് ചിലപ്പോൾ കിട്ടാനും പാടാണ്. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നശിച്ചു പോകുന്നത് പ്ലാന്റ്. അപ്പോൾ ഇതൊന്നും അത്രയും പ്രശ്നമില്ല. എത്ര മഴയുണ്ടെങ്കിലും നമുക്കിത് എസ്കേപ്പ് ചെയ്തെടുക്കാൻ പറ്റും മരുന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ. പക്ഷേ മറ്റേത് നമുക്ക് വിത്തൗട്ട് എനിത്തിങ് ഒരു ദിവസം കംപ്ലീറ്റ് അങ്ങ് നശിച്ചു പോകും. ഇത് സിന്ദൂരമാണ്, സിന്ദൂരം മാംഗോ. ഇതൊക്കെ പാലക്കാട് നിന്ന് മേടിച്ചത്. ഇതാണ് എൻ്റെ ആപ്പിള് തറയിൽ വെച്ചേക്കുന്നത്. ഇതൊരു 5 വർഷം 5 വർഷമാകാൻ പോകുന്നു. ഫ്രൂട്ട് ഞാൻ ഈ റോങ് ടൈമിൽ പ്രൂൺ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി പ്രശ്നം വന്നു. ഫ്രൂട്ട് ഇപ്പോൾ ഈ വർഷം ഫ്രൂട്ട് വലുതായിട്ട് വന്നില്ല. ഫ്രൂട്ടിങ് അതിൻ്റെ പ്രൂൺ ചെയ്യുന്ന സമയം നോക്കിയിട്ട് വേണം പ്രൂൺ ചെയ്യാൻ. എല്ലാ സമയത്ത് വെറുതെ എല്ലാം പ്രൂൺ ചെയ്യുന്ന പോലെ കൂട്ടത്തിൽ ഇത് പ്രൂൺ ചെയ്ത് പോയാൽ ചിലപ്പോൾ സ്റ്റെം പ്രശ്നം വരും, ഫ്രൂട്ടും കായ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം പ്രൂൺ ചെയ്തിട്ടില്ല, വെറുതെ വിട്ടിരിക്കുക. ഇതൊരു കേസർ മാംഗോയാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇത് വെറുതെ വിട്ടിരിക്കുക. നോക്കാം ഇത് ഫ്രൂട്ട് കായ്ക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളത്. ഇതിനൊരു ചട്ടിയിൽ നിർത്തിയിരിക്കുക. ഇത് ഡോസെറ്റാണ്, ഡോസെറ്റ്. ഇതും തറയിൽ വെച്ചിരിക്കുക. ഇതിൽ കായ കിട്ടുന്നുണ്ട്, പക്ഷേ വലിയ സൈസ് ആകുന്നില്ല. ഒരു മീഡിയം സൈസ് കായേ വരുന്നുള്ളൂ. ഉമ്മർ ചാമ്പ. ഇതൊക്കെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതൊക്കെ. ഇത് കിങ് സൈസ് വലിയ റംബൂട്ടാനും കഴിയുന്നതും സബ് ട്രോപ്പിക്കൽ സൈഡിൽ വാങ്ങിച്ച് വെക്കാതിരിക്കുക. അബിയും റംബൂട്ടാനും ചട്ടിയിൽ വെക്കാതിരിക്കുക, തറയിൽ വെച്ച് നോക്കുക. അല്ലെങ്കിൽ കിട്ടാൻ വളരെ പാടാണ്. എനിക്ക് ഒത്തിരി റംബൂട്ടാനും പോയിട്ടുണ്ട്. റംബൂട്ടാൻ ഇവിടെ സെറ്റാകുന്നില്ല, ഇല കരിഞ്ഞ് കംപ്ലീറ്റ് നശിച്ചു പോകുന്നു പ്ലാൻ. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഡൈബാക്കാണ്. ഇതൊക്കെ പോയതാണ് പ്ലാന്റ്. ഇത്രയും നമുക്ക് പൈസയും കൊടുത്ത് ഒത്തിരി വർഷം നോക്കിയ പ്ലാന്റ്സാണ്. ഇങ്ങനെ പ്രശ്നം വന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അത് വീണ്ടും പോയിട്ടുണ്ട്. വരുന്നത് ഇതാണൊരു ഓവർവ്യൂ. ഇത് നമ്മുടെ കിണ്ണനപ്പൊക്കെ ഉണ്ടാക്കുന്ന ഇലയത്. അത് ഞാൻ പകുതിയിൽ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. ഇവിടെ അത്രയും വലിയ സൈസ് ഇല കിട്ടുന്നില്ല, നാട്ടിലെ പോലെ ഇല കിട്ടുന്നില്ല. ഇത് ബാദാമിയാണ്. ഇതൊരു വലിയൊരു ഇതിൽ വെച്ചിരിക്കുക. ഇതിലും ചെറിയൊരു ഡൈബാക്ക് ഡിസീസ് പ്രോബ്ലം ഉണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് സ്റ്റെം വരുന്നുണ്ട്, പ്രശ്നമാകുന്നുണ്ട്. മഴ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. കോപ്പർ ഓക്സിക്ലോറൈഡ് ഒക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ബാംഗ്ലൂരിലെ ലോക്കൽ ഒരു ജാഗ്രത. ഇതൊരു 6-7 വർഷമായി. ഇത് ഒരിക്കൽ ഒന്നും കായ്ച്ചില്ല, പൊഴിഞ്ഞു പോയി. ഏത് വെറൈറ്റിയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഞാനിത് ബഡ്ഡിങ് വെറൈറ്റിയാണ് വാങ്ങിച്ചത്. വരുമ്പോൾ അറിയാൻ പറ്റുമോ എന്ത് വെറൈറ്റിയാണെന്ന്. ഇത് ഡൻസൂര്യ. പക്ഷേ കുറച്ച് 2 പ്ലാന്റ് തമ്മിൽ അടുത്ത് പോയി. ഇത് നമ്മുടെ തൃശ്ശൂരിലുള്ള ചക്കയാണിത്. അത് വിയറ്റ്നാം ഏർലിയ. ഇപ്രാവശ്യം ഞാൻ എല്ലാ ഫ്രൂട്ടും കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്രാവശ്യം കുറച്ച് വളർന്ന് വലുതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ഫ്രൂട്ട് പോലും നിർത്തിയില്ല, എല്ലാം കട്ട് ചെയ്ത് വിട്ടു. ബ്രാഞ്ച് ഇപ്പം നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇത് അലഹബാദ് സഫേദ് രണ്ടാമത് ചെയ്തതാണ്. നല്ല വലിയ സൈസ് ഫ്രൂട്ടാണ്. നോക്കി, ഇത് സൂപ്പർ ബഗ്വയുടെ അടുത്തതിന് തറയിൽ നട്ടിരിക്കുക. ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് ഞാൻ എപ്സം സോൾട്ട് ഇട്ട് കൊടുത്തിരിക്കുക. ഇത് കറിവേപ്പില, വൈറ്റ് ഞാവൽ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഇത് ഞാൻ തറയിൽ വെച്ചിരിക്കുക. ലാസ്റ്റ് ടൈം ഇഷ്ടം പോലെ കിട്ടി. കുറേ ഒരു 70% കിളികൾ തന്നെ കൊണ്ടുപോയി. ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു വൈറ്റ് ഞാവലാണ്. സാധാരണ ബ്ലാക്കിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത. ഇതിലും ഫ്രൂട്ട് ഇഷ്ടം പോലെ കിട്ടി. ഇത് ഓൾമോസ്റ്റ് സൈസ് ചെറിയ ആപ്പിളെന്നേ ഉള്ളൂ. ആപ്പിളാണിത്. പക്ഷേ ഇത് ഇത് സീഡഡ് ഇതാണ്, ആപ്പിളാണ്. ഓൾമോസ്റ്റ് ഒരു 10-12 വർഷമാകാൻ പോകുന്നു. ഞാനിത് വീട്ടിൽ ചട്ടിയിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ അവിടെ നിന്ന് എടുത്ത് 2 വർഷമായി ഞാൻ തറയിലോട്ട് എടുത്ത് ഇത് ചെയ്തിട്ടുണ്ട്.
ഇതൊരു ന്യൂസിലാൻഡ് വെറൈറ്റിയാണത്. ഇതും ന്യൂസിലാൻഡാണ്. ഞാനിപ്പം പ്രൂൺ ചെയ്ത് നിർത്തിക്കുക. കഴിഞ്ഞ വർഷം ഫ്ലവർ ചെയ്തു, പക്ഷേ ഫ്രൂട്ട് സെറ്റായിട്ടില്ല. ഇതെല്ലാം അതാണ്. ഇതെല്ലാം ഞാൻ സീഡിട്ട് ആപ്പിൾ കഴിച്ചതിൻ്റെ സീഡിട്ട് വളർത്തിയ നല്ല സൈസായിട്ടുണ്ട്. ഇതൊക്കെ നല്ല സൈസുണ്ട്. നല്ല സ്വീറ്റാണ് ഈ ആപ്പിൾ കിട്ടുകയാണെങ്കിൽ. ഇതെല്ലാം കറിവേപ്പില, മുരിങ്ങ, ഇഞ്ചി ഇവിടെ കുറേ നട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇഞ്ചി അതെല്ലാം പോയി, ഇനി ഇതെടുക്കാൻ സമയമായി. G9 ആണ്. G9 വെറൈറ്റി ടിഷ്യൂ കൾച്ചർ പ്ലാന്റാണ്. ഇത് നല്ല മധുരമുള്ളൊരു ചക്കയാണ്. അതിൻ്റെ പേര്, ഇതിൻ്റെ ഇല മുകളിലോട്ടേ വരത്തുള്ളൂ. ഇത് അൽഫോൺസ്. ചട്ടിയിൽ നിന്ന് ഫംഗസ് വന്നപ്പോൾ തറയിലെടുത്ത് വെച്ചു. ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. എല്ലാം ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക. ഇപ്പോൾ എല്ലാം ഇലയൊക്കെ വെട്ടി. ഇതെല്ലാം അലഹബാദ് സഫേദാണ്. ജപ്പാൻ ഗോവ കഴിഞ്ഞ ഏറ്റവും മധുരമുള്ള ഇതാണ് പേരയ്ക്കാണിത്, അലഹബാദ് സഫേദ്. ഇത് സ്വീറ്റ് വെറൈറ്റി സ്റ്റാർ ഫ്രൂട്ട്. ഇത് ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു ബട്ടർ ഫ്രൂട്ടാണ്. ഇതുവരെ കായ്ച്ചിട്ടില്ല. ഫ്ലവർ എല്ലാ വർഷം വരുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഫ്രൂട്ട് സെറ്റായിട്ടില്ല. പക്ഷേ ഞാൻ പോട്ടിൽ വെച്ചിരിക്കുക, അതാണ് കുഴപ്പം. ഓ, ഇത് J32 ആണ് കേട്ടോ. J32 ആണ് അങ്ങനത്തെ ഒരു ചക്ക. ഇത് ഹോം ഗ്രൗണ്ടാണ്. ഇതെല്ലാം സാധാരണ ഗ്രേപ്സ്. വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഏത് ഗ്രേപ്സ് വെച്ചാലും വരും. ഗ്രേപ്സിന് നോ പ്രോബ്ലം. ഡ്രാഗൺ ഫ്രൂട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഫംഗസ് വരും. പക്ഷേ ഇത് തറയിലായതുകൊണ്ട് കുഴപ്പമില്ല. ഇതെല്ലാം മലേഷ്യൻ റെഡാണ്. 4 പില്ലറുണ്ട്. 4 പില്ലറിൽ വെച്ചിട്ടുണ്ട്. ഇത് മാർക്കറ്റ് ലെമൺ. കഴിഞ്ഞ വർഷം ബ്ലൂം ചെയ്ത് ഒന്നും എല്ലാം ഫ്ലവറെല്ലാം പോയി. പക്ഷേ സീഡ്ലെസ് ലെമൺ അത്. ഇത് റെഡ് നെല്ലിക്ക. ഏതൊരു ഓറഞ്ചാണ് താഴെ വെച്ചിരിക്കുന്നത്. ഒരു ഓന്തിനെ കാണാൻ പറ്റും. ഇത് മാൾട്ട സ്വീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ഓറഞ്ച്. ബനാന, മാംഗോ ചട്ടിയിൽ വെച്ചിരിക്കുന്നു. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഇനി കായ്ക്കോ ഇല്ലെന്നും അറിയത്തില്ല. ഇതൊക്കെ കാണില്ല, ഡൈബാക്ക് വന്ന് നശിച്ചു പോയ മാങ്ങകളാണ് ഇതെല്ലാം. മാവിൻ തൈയാണിത്. എല്ലാം കോപ്പർ ഓക്സിക്ലോറൈഡ് എല്ലാം ചെയ്തിട്ട് പോയതാണ് ഇതെല്ലാം. ഇതാ അടുത്തതും ഡൈബാക്കാണിത്. ഇത് താഴെ വരെ പോയി കഴിഞ്ഞു, കുറച്ചേ ഉള്ളൂ ഇനി. ഇതെല്ലാം ഞാൻ കോപ്പർ ഓക്സിക്ലോറൈഡ് മുകളിൽ വരെ അടിച്ചതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ കോപ്പർ ഓക്സിക്ലോറൈഡിൽ നിന്ന് നിൽക്കത്തില്ല. ബി കെയർഫുൾ. ഇതാ അടുത്തത് കോപ്പർ ഓക്സിക്ലോറൈഡ് അടിച്ചതാണ്. അടിച്ച പ്ലാന്റാണ് പോയത്. അലഹബാദ് സഫേദിൻ്റെ ഗോവയാണിത്. ഇത് അടുത്ത ഡൈബാക്കിൽ പോയതാണ്. ഫംഗസ്. റംബൂട്ടാൻ 5-6 വർഷമായതാണ്. ഹോം ഗ്രൗണ്ട് പ്ലാന്റ് അത്. ഹോം ഗ്രൗണ്ടിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ് ഇവിടെ സബ് ട്രോപ്പിക്കൽ റംബൂട്ടാൻ വരത്തില്ല എന്നുള്ളത്. തറയിൽ വെച്ചിട്ട് പോലും വരുന്നില്ല. 2 പ്ലാന്റ് ഉണ്ട്. ഒന്ന് വീണ്ടും വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഈ ലെവലിലായി. ഇപ്പോൾ ഇതിന് ഇല കുറച്ച് കഴിയുമ്പോൾ ഇപ്പം തന്നെ കാണാൻ ഇല കരിഞ്ഞു തുടങ്ങി. ഇതെല്ലാം ഫംഗസ് സ്പ്രേ ചെയ്തിട്ടും വീണ്ടും ഫംഗസ് വരെ.